PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് 8ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. മാത്സ് സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതിലെ കുറച്ച് കണക്കുകൾ നമ്മൾ ചെയ്തു. പേജ് നമ്പർ 35ലെയാണ് നമ്മൾ ചെയ്തത്. പേജ് നമ്പർ 35ലെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു അല്ലെ, ഡിവിഷൻ ചെയ്തു കഴിഞ്ഞു. കിട്ടിയില്ലായിരിക്കും. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ്. അതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് എഴുതാമത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ഫസ്റ്റ് മലയാളം വീഡിയോ നോക്കാം. ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. നമുക്കറിയില്ല ഒരു സംഖ്യ എത്രയെങ്കിലും സംഖ്യകൾ അത് എക്സ് വൈ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് വരുന്നുള്ളൂ ഈ പാഠത്തില്. ഇപ്പൊ നിങ്ങളോട് ഇമാജിൻ ചെയ്ത് ചെയ്യാനാ പറയണത്. അതുകൊണ്ടാണ് പറയണത് ഒരു സംഖ്യനെ 12 കൊണ്ട് ഗുണിച്ചപ്പോ നമുക്ക് കിട്ടിയത് 756 ആണ്. എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് നമ്മൾ ഗുണിച്ചിട്ടുണ്ടാവാൻ? എ നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 12. ഒരു നമ്പറിനെ നമ്മള് ഇൻറ്റു ചെയ്യാൻ എത്ര കൊണ്ടാ? 12 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 756. ഒരു സംഖ്യയെ നമ്മൾ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 756. അപ്പൊ നമ്മുടെ സംഖ്യ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്പർ. ഒരു നമ്പറിനെ 12 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ 756 അല്ലെ. അപ്പൊ നമ്പർ എത്രയാണ് എന്ന് അടുത്ത എന്താ എഴുതേണ്ടത്? നമ്പർ ഈക്വൽ ടു എത്രയാണ് വരിക? 756 ഇൻറ്റു ഇവിടേക്ക് പോകുമ്പോ എന്താണ്? ഡിവിഷൻ ആയി അല്ലെ. ഒരു സംഖ്യനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 756. അപ്പൊ നമ്പർ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പറിനെ 756/12 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ നമുക്ക് ഇവിടെ 12ന്റെ പകുതി എത്രയാ വരുന്നത്? 6 അല്ലെ. അപ്പൊ ഇതിന്റെ പകുതിയാക്കാം. അതല്ല നിങ്ങൾ ശരിക്ക് നിങ്ങൾക്ക് വെട്ടിയോ? നിങ്ങൾ 8ാം ക്ലാസ് നിങ്ങൾക്ക് വെട്ടി കുറയ്ക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ വെട്ടിക്കളയണ്ട. നിങ്ങൾ ശരിക്ക് ഡിവിഷൻ ചെയ്യാം കേട്ടോ. 756നെ 12 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ 756 ഡിവൈഡഡ് ബൈ 12 ഹരിച്ചു നോക്കാം. എല്ലാവരും തന്നെ ഹരിച്ചു നോക്കുക. ഒരു സംഖ്യനെ 12 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 756. ഇനി ഈ സൈഡില് ഹരിച്ച് കാണിച്ചു തരണം കേട്ടോ. എല്ലാവരും ഹരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഉത്തരം നോക്കിയാൽ മതി. ഇതിനെ ഹരിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് 63 കിട്ടുന്നത്. നിങ്ങൾ ഹരിച്ചു നോക്കിയിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ശരിക്കും ഹരിക്കണം. ഇവിടെ 12 അല്ലെ. 12ല് 75ല് എത്ര പ്രാവശ്യം നോക്കാം? 75ല് 12 ഇൻറ്റു 6 എത്ര കിട്ടുന്നത്? ചെയ്തു നോക്കാട്ടോ. അങ്ങനെ ശരിക്കും ഡിവിഷൻ ചെയ്താൽ കിട്ടും 63 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഹരണം എല്ലാവരും ചെയ്യണം കേട്ടോ. കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കല് എല്ലാം നിങ്ങൾ ഓരോ കണക്കിന്റെയും സൈഡില് വർക്കിംഗ് കോളം വരയ്ക്കണം. എന്നിട്ട് ചെയ്യാം. എങ്കിലേ നിങ്ങൾക്ക് കിട്ടും. വെറുതെ ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ടെന്ന് പകർത്തി വെക്കല്ലേ. ചെയ്ത് നോക്കാം ശരിയാണോ നോക്കാം. എന്നിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് നോക്കിയാൽ മതി ഇവിടെ 63 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന്. അടുത്ത ചോദ്യം എ നമ്പർ ഡിവൈഡഡ് ബൈ 1. ഒരു നമ്പറിനെ ഡിവിഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു നമ്പറിനെ 12 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് കിട്ടിയത്. അടുത്തത് പറയണേ ഒരു നമ്പറിനെ ഡിവൈഡഡ് ബൈ 21. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 756 ആണ്. 756. അപ്പൊ നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾ എഴുതാം നമ്പർ എത്രയാ? 4ാമത്തെ ക്വസ്റ്റ്യൻ ഒരു നമ്പറിനെ ഇതിന്റെ ചോദ്യം വായിച്ചില്ലേ? ഒരു സംഖ്യയെ 21 കൊണ്ട് ഗുണിച്ചപ്പോൾ ഗുണിക്കല ഹരിച്ചപ്പോൾ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. അപ്പൊ സംഖ്യ എത്രയാണ്? ഇവിടെ ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 756. അപ്പൊ അത് കിട്ടാൻ നമ്മൾ 756 12 കൊണ്ട് ഹരിച്ചു. ഇവിടെ ഒരു സംഖ്യയുടെ ഡിവിഷൻ ആണ്, ഹരണമാണ്. 21 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എഴുതും. അപ്പൊ ഈ സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 756 ഇൻറ്റു അല്ലെ. ഇവിടെ നമ്മൾ ഈ സൈഡിൽ ഗുണനമുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ ആവും, ഹരണമാവും. ഇവിടെ ഹരണമാണ്, ഇവിടെ ഡിവിഷൻ ആവുമ്പോ അത് ആ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോ എന്താവും? ഇൻറ്റു ആവും. പ്ലസിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ നമ്മൾ മൈനസ് ആവും. മൈനസ് ആണെങ്കിൽ ഈ മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ പ്ലസ് ആവും. അതെങ്ങനെയാന്ന് മനസ്സിലായില്ലേ? പ്ലസ് ആണെങ്കിൽ നേരെ വിപരീത ചിഹ്നം മൈനസ് ആവും. മൈനസ് ആണെങ്കിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത്
പ്ലസ് ആവും. ഈ ഇവിടെ ഡിവിഷൻ ആണ്, ഡിവിഷൻ ഇങ്ങോട്ട് പോകുമ്പോ എന്താവും? ഇൻറ്റു. മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും? ഡിവിഷൻ, ഹരണമായി. കണ്ടില്ലേ? അതൊന്നും അർത്ഥം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 21 ഇൻറ്റു ചെയ്യാം. ചെയ്ത് നോക്കാം എല്ലാവരും. ഇവിടെ വർക്കിംഗ് കോളത്തിൽ ചെയ്യാം. 756 ഇൻറ്റു 21 ചെയ്തൂടെ എല്ലാവർക്കോ? എത്രയാ? 1 ഇൻറ്റു 6 6, 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 7 7 അല്ലേ? പിന്നെ കിട്ടുന്നത് എത്രയാണ്? 2 ഇൻറ്റു 6 12, ബാക്കി ഒന്ന് 2 ഇൻറ്റു 5 10 11, ബാക്കി ഒന്ന് 2 ഇൻറ്റു 14. അപ്പൊ എത്ര കിട്ടി? 15. അപ്പൊ ഉത്തരം എത്ര കിട്ടുന്നത്? 6 5 2 7 7 1 8 15,876 കിട്ടിയോ നമ്പർ? മനസ്സിലായോ എല്ലാവർക്കും? 15,700. ഇത് നോക്കി എഴുതാൻ നിൽക്കരുത്, ശരിക്കും ഇൻറ്റു ചെയ്യാട്ടോ. എല്ലാവരും ശരിക്കും ഇൻറ്റു ചെയ്യാം. കാരണം 8ാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾക്ക് ഇൻറ്റു ഡിവിഷൻ കിട്ടില്ല എന്ന് പറയരുത്. എല്ലാവരും ഇവിടത്തെ ഡിവിഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം. ഇത് ഇൻറ്റു ചെയ്തെനിക്ക് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ കണക്കിന്റെ സെറ്റ് നമ്മൾ കഴിയാണ്. ഇനി അടുത്ത ടോപ്പിക്, മൂന്നാമത്തെ ടോപ്പിക്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞു എഡിഷൻ, സബ്സ്ട്രാക്ഷൻ അല്ലെ? കൂട്ടലും കുറയ്ക്കലും. പിന്നത്തെ നമ്മൾ പറഞ്ഞു എന്താണെന്ന്? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഹരണവും ഗുണനവും. അടുത്ത ടോപ്പിക് വേറെ, നമ്മൾ ഇനി ഇതിനെ തന്നെ വ്യത്യസ്ത രീതിയിൽ ചെയ്യാം കേട്ടോ. ഡിഫറെന്റ് ചേഞ്ചസ് വരികയാണ്, മാറ്റങ്ങൾ വരികയാണ്. നോക്കാം. നമ്മൾ ഇനി എക്സ് ഇട്ട് കൊടുത്ത് ചെയ്യാണ്. നമ്മൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ കണക്കിലെ ക്വസ്റ്റ്യൻ നോക്കിയേ. അതില് നമ്മൾ പറഞ്ഞു ഒരു നമ്പറിനെ 12 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് ഞാൻ 756 എന്ന് പറഞ്ഞു. നമ്മൾ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇട്ട് കൊടുത്തില്ല. പക്ഷെ ഇനി ഇത് നമ്മുടെ പഴയ രീതിയാണ് കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ സംസാരിക്കുന്ന പോലെ മനക്കണക്ക് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടി. പക്ഷെ ഇനിയുള്ളത് നമുക്ക് വേണ്ടത് എക്സ് ഇട്ട് കൊടുക്കാം, വാരിയബിൾ, ചരങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു നമ്പറിനെ 12 കൊണ്ട് ഗുണിച്ചാൽ ഇത്ര കിട്ടി എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ഇവിടെ ഈ ഒരു നമ്പറിന് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഒരു നമ്പറിന് നമ്മൾ എന്തിട്ട് കൊടുക്കും? നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു സംഖ്യക്ക്, നമ്മൾ മാത്സിൽ എപ്പോഴും നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു സംഖ്യക്ക് നമ്മൾ എത്ര ഇട്ട് കൊടുക്കും? എക്സ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ വൈ ഇട്ട് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള വാരിയബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏത് ചരങ്ങൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, ആൽഫബറ്റ്സ് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷെ സാധാരണ ഇക്വേഷന്റെ പാഠത്തിൽ നമ്മൾ എന്താ ഇട്ട് കൊടുക്കുള്ളൂ? എക്സ് കൊടുക്കുള്ളൂ. ഒരു സംഖ്യ ഉള്ളെങ്കിൽ എക്സ്, രണ്ടാമതൊരു സംഖ്യയെ കുറിച്ച് പറയുന്നെങ്കിൽ വൈ. അങ്ങനെ നമ്മൾ എക്സും വൈ ആണ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചരങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എയും ബി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പി ക്യു ആർ എസ് അങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ സാധാരണ എക്സ് വൈ. അപ്പൊ ഞാൻ ഇവിടെ എക്സ് ഇട്ട് കൊടുത്തിരുന്നു. അപ്പൊ എക്സ് ഇൻറ്റു 12 756. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 756/12 ചെയ്തൂടെ? നേരത്തെ ഉത്തരം കിട്ടിയില്ലേ? ഇങ്ങനെ എഴുതാം. സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തിട്ട് കൊടുത്താൽ മതി? എക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു ചേഞ്ച് ആണെന്ന് പറഞ്ഞേക്കുന്നത്, ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരികയാണ്. വേറൊരു രീതി, ഡിഫറെന്റ് ചേഞ്ച് ആണ്. ഡിഫറെന്റ് ചെയ്യുന്ന പലവിധ മാറ്റം, വേറെ മാറ്റം നോക്കാം. ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചാൽ ഇതിന്റെ ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ ശരിയായാൽ നിങ്ങൾക്ക് ഉത്തരം ശരിയാവും. വേറെ നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. പ്ലസിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു മൈനസ് ആക്കാം. മൈനസ് ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഇൻറ്റു ആണെങ്കിൽ ഡിവിഷൻ ആവും. ഡിവിഷൻ ഇൻറ്റു ആവും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷെ ഇക്വേഷൻ നമ്മുടെ ശരിയാണ് കേട്ടോ. അപ്പൊ ചോദ്യം ശരിക്കും നോക്കാം. 2 നോട്ട് പുസ്തകവും 3 രൂപ വിലയുള്ള ഒരു പേനയും കൂടി വാങ്ങിയപ്പോ 23 രൂപയായി. ഒരാള് ഇപ്പൊ നിങ്ങൾ കടയിൽ പോയിട്ട് നിങ്ങൾ 2 നോട്ട് ബുക്ക് വാങ്ങിച്ചു, പിന്നെ 3 രൂപ വിലയുള്ള ഒരു പേന, ഒരു പേനയ്ക്ക് 3 രൂപ. അപ്പൊ 2 നോട്ട് ബുക്കിന്റെ വിലയും പിന്നെ ഒരു പേനയുടെ വിലയും കൂടി കൊടുത്തപ്പോ ടോട്ടൽ നിങ്ങൾക്ക് 23 രൂപയായി. എങ്കിൽ നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? മനസ്സിലായോ? ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ചോദ്യം നോക്കാം. 23 rupees was spent in buying 2 notebook. 2 നോട്ട്ബുക്ക് വാങ്ങിക്കാൻ 23 rupees and a pen of 3 rupees. Then what is the price of a notebook? അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ചോദ്യത്തിന്റെ അവസാനത്തെ ലൈനിൽ നോക്കുക. അവസാനത്തെ ലൈനിലൂടെ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ നോട്ട്ബുക്ക് അല്ലെ? ഒരു നോട്ട്ബുക്കിന്റെ വില എത്രയാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്?
അല്ലേ? അപ്പൊ ആ ചോദിച്ചിരിക്കുന്നതിന് നമ്മൾ ആദ്യം എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ ലാസ്റ്റ് ലൈൻ എന്താ എഴുതാൻ നിങ്ങള്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ നോട്ട്ബുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് ചോദ്യത്തിന്റെ വാക്ക് എഴുതരുത്. ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ, വിച്ച്, വാട്ട് അതൊക്കെ ഉള്ളത്. അതാണ് കളയുക. ബാക്കി എന്താ എഴുതാം? ആ ലൈനിൽ നിന്ന് തന്നെ എഴുതാൻ പഠിക്കണം കേട്ടോ. ചോദ്യത്തിന് തന്നെ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞ പോലത്തെ പോലെ അല്ല. ഇക്കൊല്ലം നിങ്ങൾ സ്റ്റെപ്പുകൾ ശരിക്കും നിങ്ങൾ തന്നെത്താൻ എഴുതണം. അപ്പൊ നോക്കാം, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ എഴുതേണ്ടത്? ഇവിടെ ലാസ്റ്റ് ലൈനിലെ the price of a notebook അല്ലേ? the price of a notebook അതിനാണ് നമ്മൾ എക്സ് കൊടുക്കുക. എപ്പോഴും ലാസ്റ്റ് ലൈനിൽ ഏതാണോ പറയുന്നത് അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ അതിന് എക്സ് കൊടുക്കാൻ ആ എക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരവായില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിയേ. 23 rupees was spent in buying 2 notebook and a pen of ₹3. എന്നിട്ട് പിന്നെ ആദ്യം നമ്മൾ എഴുതി പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് 2 എക്സ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് തന്നെ എഴുതാം. പ്രൈസ് ഓഫ് എ നോട്ട്ബുക്കിന് പകരം 2 നോട്ട്ബുക്ക് ആക്കാം. അപ്പൊ എത്രയാ വരിക? 2 into x 2x. ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് എടുത്ത് എഴുതണം കേട്ടോ. ദ പ്രൈസ് ഓഫ് ഏഴ് അവിടെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുമ്പോൾ 2 എഴുതണം. അത്ര മാത്രം മാറ്റാൻ മതി. അതായത് വെറുതെ ഇങ്ങനെ 2 മാത്രം എഴുതരുത്, ഇങ്ങനെ എഴുതണം. ഇവിടെ ഇങ്ങനെ കോമിട്ട് നിങ്ങൾ കൊടുക്കരുത്, എഴുതാം സ്റ്റെപ്പ് ശരിക്കും. ദ പ്രൈസ് ഓഫ് 2 നോട്ട്ബുക്ക് 2x. അടുത്ത സ്റ്റെപ്പ് എഴുതാം. എന്താണ്? ദ പ്രൈസ് ഓഫ് എ പെൻ. ഒരു പേനയുടെ വില എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്. എത്രയാ പേനയുടെ വില? 3 രൂപയാണ് തന്നിട്ടുണ്ട്. എങ്കിൽ അല്ലേ, തന്നിട്ടില്ലേ? ഇനി നമ്മൾ പറയുന്നത് ടോട്ടൽ എത്ര രൂപയായിരുന്നു. ടോട്ടൽ മണി സ്പെൻഡ് ചെയ്ത് എത്രയാ? അടുത്ത നമുക്ക് എഴുതാൻ എന്താണ്? ടോട്ടൽ മണി എത്രയാണ്? ടോട്ടല് എത്രയാണ്? 23 അല്ലേ? ആകെ ചെലവായത് 23. ഇനി ഒന്ന് ഇക്വേഷനില് 2 പേന അല്ലെ, 2 പേന എന്ന് പറയുമ്പോൾ 2x അല്ലെ. ഒരു പേനയ്ക്ക് x ആണെങ്കിൽ 2 പേനയ്ക്ക് 2x പ്ലസ് പേനയല്ലാട്ടോ 2 നോട്ട്ബുക്ക്. ഒരു നോട്ട്ബുക്കിന് x ആണെങ്കിൽ 2 നോട്ട്ബുക്കിന് 2x. ഇനി ഒരു പേനയ്ക്ക് 3 രൂപ. അങ്ങനെ ഒരു പേനയെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു പേനയേ ഉള്ളൂ. 2 പേന ഉണ്ടെങ്കിൽ നമ്മൾ 2 into 3 എഴുതണം. പക്ഷെ ഇവിടെ ഒരു പേനയാണ്. 2 നോട്ട്ബുക്കും ഒരു പേനയും കിട്ടിയോ? 2 നോട്ട്ബുക്കിന്റെ വില മലയാളം മീഡിയക്കാരെ എഴുതേണ്ടത് ഒരു നോട്ട്ബുക്കിന്റെ വില. ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു നോട്ട്ബുക്കിന്റെ വില. പിന്നത്തെ സ്റ്റെപ്പ് എന്താ എഴുതാ? 2 നോട്ട്ബുക്കിന്റെ വില 2x. ഒരു പേനയുടെ വില 3. ടോട്ടൽ ആകെ 23 ആണ്. അത് എങ്ങനെ ഇക്വേഷൻ എഴുതാം? 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു ആണ് 23 രൂപ. ഇനി നോക്കാം. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടിട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ മനക്കണക്കല്ല ഇനി ചെയ്യണേ. ഇനി ഇക്വേഷൻ ആണ് എന്ന് പറയാൻ എക്സിന്റെ വില കാണണമെങ്കിൽ എക്സിന്റെ കൂടെയുള്ള ഈ നമ്പേഴ്സിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. എക്സ് മാത്രം ഇവിടെ വരണം. അതിന് എല്ലാത്തിനും അങ്ങനെ എടുത്ത് എഴുതാൻ പറ്റില്ല. ആദ്യം തന്നെ നമ്മൾ എക്സിന്റെ കൂടെയുള്ളത് 2x അല്ലേ, അത് ഇറക്കിയിട്ടു. അതിനെ കൊണ്ടുപോകണില്ല. എക്സിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്പർ ഉണ്ട് ഇവിടെ. ഏതാണ്? 3. ഈ 3നെയാണ് നമ്മൾ ആദ്യം കൊണ്ടുപോകണേ കേട്ടോ. തുടക്കം തുടങ്ങി ശരിക്കും ശ്രദ്ധിക്കട്ടോ. ആദ്യം ഏതിനെ കൊണ്ടുപോണേ? ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഈ 2x മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അത് ഈക്വൽ ടു ആദ്യം ഈ 3 എടുത്ത് എഴുതരുത്. നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ വശത്തുള്ളത് 23 ആണ്. ആ 23 ഇറക്കിട്ടു. എന്നിട്ട് ഇപ്പുറത്തുനിന്ന് കൊണ്ടുപോയാൽ 3 എഴുതണം. പക്ഷെ ഇപ്പുറത്തുനിന്ന് കൊണ്ടുപോയാൽ 3 എഴുതുമ്പോ എങ്ങനെ എഴുതാൻ നോക്ക്. ഇത് +3 ആണ് അല്ലെ. ഈ +3 ഇങ്ങോട്ട് പോകുമ്പോ എന്തായി? -3 ആയി അല്ലെ. +3 ഞാൻ പറഞ്ഞു ഈക്വലിന്റെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോ പോസിറ്റീവ് ഇവിടേക്ക് വരുമ്പോൾ എന്താവും? -3 ആയി. അപ്പൊ 23 3 കുറച്ചാൽ എത്ര കിട്ടാം? 20 അല്ലെ. അപ്പൊ 2x എന്ന് പറഞ്ഞാൽ എത്രയാ? 20 ആണെങ്കിൽ ഇനി എക്സിനെ മാത്രം നിൽക്കാം. ഇനി എക്സിന്റെ കൂടെയുള്ള 2. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒറ്റയ്ക്ക് നിൽക്കണോ ഒരെണ്ണത്തിനകത്ത് കൊണ്ടുവരും. അപ്പൊ 2x വന്നു. ഇനി 2x നമുക്ക് പറ്റില്ല, അങ്ങോട്ട് x ഒറ്റയ്ക്ക് കാണണം. അപ്പൊ പിന്നെ ഉള്ളത് ഈ 2 ആണ്. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ എത്ര കിട്ടും? 20 ഇൻറ്റു 2 ആണ് അല്ലെ. 2 ഇൻറ്റു x ആണ്, അത് 2x. അപ്പൊ ഇൻറ്റു ഇവിടേക്ക് വരുമ്പോ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ എത്ര കിട്ടി? 10 കിട്ടിയോ? അപ്പൊ എക്സിന്റെ വില കിട്ടി 10. പക്ഷെ അതുകൊണ്ട് ചോദ്യം അവസാനിപ്പിക്കരുത് കേട്ടോ.
ഉത്തരം എഴുതേണ്ടത് ഉത്തരം ചോദ്യമല്ല, ഉത്തരം ഇവിടെ അവസാനിപ്പിക്കുന്നത് x = 10. ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താണ് നോക്കാം, അത് എടുത്തെഴുതണം. ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്, ഒരു നോട്ട്, ഈ ആദ്യം നമ്മൾ x എന്ന് കൊടുത്തില്ലേ, അത് ഇവിടെ എടുത്തെഴുതണം. ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് = x ആണ്. x എന്ന് പറഞ്ഞാൽ എത്രയാ? 10. അങ്ങനെ എടുത്തെഴുതണം. അല്ലാതെ x എന്ന് മാത്രം കണ്ടുവെക്കരുത്. ഇവിടെ x നമ്മൾ x കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എഴുതണം therefore, ആയതുകൊണ്ട് ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് = 10 രൂപ എന്ന് എഴുതണം. ഇതിൽ എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത ചോദ്യം ആ പേജിൽ തന്നെ, പേജ് നമ്പർ 35 തന്നെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 35 തന്നെ കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ താഴെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി ഉത്തരം എഴുതാൻ നോക്കണ്ട, നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പഠിക്കാട്ടോ. ടെക്സ്റ്റിന്റെ രീതിയിൽ നോക്കണ്ട, നമ്മൾ പുതിയ രീതിയിലേക്ക് എത്തി. അപ്പോ ഇതുപോലെ തന്നെ ചെയ്യാൻ എക്സിറ്റ്, കാരണം ഇനിയുള്ള കണക്കുകൾ അതിലേക്ക് വരാനാണ്. നമ്മുടെ ചോദ്യം ഇതാണ്. നമ്പർ കണ്ടില്ല എല്ലാവരും, ലാസ്റ്റ് വലിയ ഏറ്റവും അടിയിൽ കേട്ടോ, പേജ് നമ്പർ 35 ഏറ്റവും അടിയിലത്തെ വരിയില്, മലയാളം മീഡിയത്തിന്റെ അത് തന്നെയാണ്. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 ആയി. അപ്പൊ സംഖ്യ എത്രയാണ്? when a number is tripled എന്ന് പറഞ്ഞാൽ എന്താ? ട്രിപ്പിൾഡ് 3 മടങ്ങ്. ഒരു സംഖ്യയുടെ ട്രിപ്പിൾഡ് 3 മടങ്ങിനോട് 2 കൂട്ടണം. അപ്പോഴാണ് എത്ര കിട്ടുന്നത്? 50 കിട്ടും. അപ്പൊ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതേണ്ടത് ഒരു സംഖ്യ, നമ്പർ എത്രയാണ് നമ്മൾ x കൊടുക്കണം അല്ലേ? അതിൽ ചെയ്യുമ്പോൾ അടുത്ത് നമുക്ക് ഇക്വേഷൻ എഴുതാം. സംഖ്യ x, നമ്മൾ ഏതിനാ x കൊടുക്കണമെന്ന് അത് എഴുതി വെക്കണം കേട്ടോ. നമ്മൾ കൊടുക്കുന്നത് ഒരു സംഖ്യ x ആണ്. അപ്പൊ ആ സംഖ്യ എഴുതി നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാണ്. സംഖ്യയുടെ 3 മടങ്ങ് ട്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ 3x അല്ലേ? അതിന്റെ കൂടെ എത്ര? 2 കൂട്ടിയാൽ എത്രയാവുന്ന പറഞ്ഞേ? 50 ആകുമെന്ന്. കിട്ടിയോ? ഇക്വേഷൻ കിട്ടിയില്ലേ? എളുപ്പല്ലേ? ഒരു സംഖ്യ നമ്മൾ x കൊടുത്തു, ആ സംഖ്യയുടെ 3 മടങ്ങ് ട്രിപ്പിൾ, ഡബിൾ എന്ന് പറഞ്ഞാൽ 2, ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ചെയ്തു. അപ്പൊ നമുക്ക് 2 കിട്ടി അല്ല, എന്നിട്ട് അതിന്റെ കൂടെ 2 കൂട്ടിയാൽ 50. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു എക്സിന്റെ കൂടെ ഉള്ളത് ഇവിടെ ഇറക്കിയിട്ടു, ഇത് ഇറക്കിയിടാം അല്ലെ? 3x ഇറക്കിയിട്ടു. അപ്പൊ ഈ 2 അങ്ങോട്ട് പോകണം. അപ്പൊ 50 + 2 എന്നുള്ളത് ഇവിടേക്ക് വരുമ്പോ എത്രയാണ്? -2. അപ്പൊ എത്ര കിട്ടി? 48 കിട്ടിയില്ലേ? ഇനി അപ്പൊ 3x ആണ് 48. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? 3x 48. അപ്പൊ ഇനി അടുത്തത് x മാത്രം നിർത്തണം. അപ്പൊ ഈ x-നെ ഇവിടെ നിർത്തി. ഇൻറ്റു ആണ് കേട്ടോ, 3 ഇൻറ്റു x ആണ്. അപ്പൊ ഇൻറ്റു x അങ്ങോട്ട് പോകുമ്പോ എന്താവും? ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവിഷൻ ആണ്. അപ്പൊ ഈ 48 നമ്മൾ ആദ്യം ഈ സൈഡിലുള്ള 48 ഇറക്കിയിട്ടു. എന്നിട്ട് ഈ 3-നെ ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ ഇൻറ്റു 3 ഇവിടെ വരുമ്പോ ഡിവിഷൻ ആയി. 48-നെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാ പോണത്? 3 ആയില്ലേ? ബാക്കി ഇവിടെ എന്താണ്? 1 ഉണ്ട്, റിമൈനിങ് 18. 18-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ? നിങ്ങൾക്ക് വെട്ടിക്കളയാൻ കിട്ടില്ലെങ്കിൽ വെട്ടിക്കളയരുത് കേട്ടോ. നിങ്ങൾ ശരിക്കും ഡിവിഷൻ ചെയ്ത് കാണിക്കണം. 48-നെ 3 കൊണ്ട് ശരിക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും എത്രയോ? ഉത്തരം കിട്ടാം 16 കിട്ടും. വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും. നാളെ ഞാൻ നോക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ സൈഡില് വർക്കിംഗ് കോളത്തില് 48-നെ 3 കൊണ്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ കണക്ക് അവസാനിച്ചു. ഇനി നമ്മൾ പ്രോബ്ലംസ് തുടങ്ങുകയാണ്. ഈ സെറ്റിലെ പ്രോബ്ലംസ് തുടങ്ങുകയാണ്. പേജ് നമ്പർ 37-ലെ കണക്കുകൾ തുടങ്ങണം. നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് അടുത്ത സെറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ.